ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വേഗം തന്നെ പുറത്തിറങ്ങിയേക്കാണ്. 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പോൾ അതിലെൻ്റെ രണ്ടാമത്തെ മോൾക്ക് വാക്സിനേഷന് വേണ്ടി പോയതാണ് അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. വളരെ ഈസിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ടോക്കൺ നമ്പർ കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നമ്പർ വിളിക്കുന്നതുവരെ അവർ വിളിക്കും, വാക്സിനേഷൻ തരും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കറി ഉണ്ടാക്കാനുള്ള തിരക്കിലായി. അപ്പോൾ ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മാങ്ങയൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി പച്ചമുളക്, സവോള, മാങ്ങ, ഇഞ്ചി ഇതെല്ലാം നമ്മൾ നീളത്തിലൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാം കൂടി നമ്മളൊരു മൺചട്ടിയിൽ നമുക്കിട്ട് ഇതിനകത്ത് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ചേർക്കാം. എരിവിനുള്ള മുളക് പൊടി, പച്ചമുളകിന് എരിവാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അത്യാവശ്യം മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇടുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതിനകത്താണ് വന്നത്. എൻ്റെ കറിക്കൊക്കെ ചെറിയ ടേസ്റ്റ് കുറവ് വന്നത് മല്ലിപ്പൊടി കുറവ് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മയും പിന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയും എനിക്കത് പറഞ്ഞത്. കറിക്കൊന്നും കുഴപ്പമില്ല, ഇച്ചിരി മല്ലി കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇറച്ചിക്കൊക്കെ മല്ലി ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ കറിക്ക് അതുപോലെ മീൻ കറിക്കൊക്കെ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ മതി. 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എന്നിട്ട് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി തിരുമ്മി വയ്ക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് രണ്ടാം പാല്, തേങ്ങ അടിച്ചെടുത്ത രണ്ടാമത്തെ പാല്, കട്ടി കുറവുള്ള പാല് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പാല് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും ചേർക്കാം. എന്നിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം, മാങ്ങ വേവുന്നത് വരെ. സോ നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴേ ഇടണം. അപ്പോൾ പിന്നെ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഇടുമ്പോഴേക്കും ഉപ്പ് കുറയും. അപ്പോൾ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ സ്പൂണിട്ട് മിക്സ് ചെയ്യണ്ട, ഒന്ന് ചുറ്റിച്ചാൽ മതി. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ആ ചൂടോടെ തേങ്ങാപ്പാൽ അതിനകത്ത് നിന്ന് വെന്തോളും. ഇനി കാച്ചിയാലേ ഈ ഒരു മാങ്ങക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിന് നമ്മൾ ഉലുവ പൊട്ടിക്കുകയാണ്. കടുക് ഇടാം കേട്ടോ, കടുക് ഇഷ്ടമുള്ളവർ കടുക് ഇടാം. ഞാൻ കടുക് ഇട്ടില്ല. നന്നായിട്ട് ബ്രൗൺ ആവണം, അല്ലെങ്കിൽ ഇത് കടിക്കുമ്പോൾ കയ്ക്കും. അപ്പോൾ നന്നായി ബ്രൗൺ ആയിട്ട് വേണം നമുക്കതിനകത്തേക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില. ചുവന്നുള്ളി ഇല്ല എങ്കിൽ സവോള എടുക്കാം. ഏറ്റവും ചെറിയ സവോള എടുത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിടാം. അതുപോലെ വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് മാങ്ങക്കറിയിലേക്ക് അങ്ങ് ഇടാം. ഇതിൻ്റെ ആ കാച്ചിലും കൂടി വരുമ്പോൾ ആ കറി ശരിക്കും ഒന്ന് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം. മാങ്ങക്കറി ഇരിക്കും തോറും ആട്ടോ ടേസ്റ്റ്. അപ്പം അമ്മ കുറച്ച് അച്ചിങ്ങ ഇങ്ങനെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും നമുക്ക് ഒലത്തിയെടുക്കാം.
ഒലത്തി എടുക്കുക എന്നുള്ളത് എൻ്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ എൻ്റെ അമ്മൂമ്മക്ക് ഇങ്ങനെ ഒലത്ത അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ അതെനിക്ക് അതാണ് ഓട്ടോമാറ്റിക് വരുന്ന ഒലത്ത എന്നുള്ളത്. ഉപ്പേരിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉപ്പേരി, മെഴുകുപറ്റി, തോരൻ. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ പുതിയ ഒരു ചെറിയ കയ്യിൽ ഞാൻ വാങ്ങിച്ചു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ മറന്നുപോയി അതിൻ്റെ സ്റ്റിക്കർ ഊരാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇച്ചിരി കഷ്ടപ്പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് സ്റ്റിക്കർ ഇങ്ങനെ ഇത് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിച്ചാൽ തന്നെ ആ ഗ്ലൂ ഉണ്ടല്ലോ, ആ പശ ഒന്ന് ഇളകി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരാൻ പറ്റും അത്. അപ്പോൾ അതാ കണ്ട ആ ആവി കൊണ്ട് ആ ഗ്ലൂ ഒന്ന് അല്ലെങ്കിൽ ആ പശ ഒന്ന് ഇളകി. അപ്പോൾ അത് പെട്ടെന്ന് ഊരാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ തുണിയിൽ കുറച്ച് എണ്ണ ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഉരസി ക്ലീൻ ആക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ കയ്യിലൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്താൽ നല്ലതാണ്. നമ്മുടെ നല്ല ഫിനിഷിങ് കിട്ടും, നല്ലൊരു ലുക്ക് കിട്ടും, ഈ ലാസ്റ്റിംഗ് ആയിരിക്കും ഈ മരത്തിൻ്റെ കയ്യിലൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും അതിൻ്റെ ഹാൻഡിലിനൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അച്ചിങ്ങ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ഇതിനകത്ത് നിങ്ങൾക്ക് വറ്റൽമുളക് പൊടിച്ചിടാം, അത് താല്പര്യമുള്ളവർക്ക്. ഇനി ഉപ്പ് ചേർത്ത് ഞാൻ ഇത് വേവിക്കാത്ത അച്ചിങ്ങയാണ് കേട്ടോ ഇതിനകത്ത് ഇട്ടേക്കണേ. ചിലവർ കുക്കറിനകത്ത് എന്താ പറയുക വേവിച്ചിട്ട് ഇങ്ങനെ മുപ്പിച്ചെടുക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാണ്, കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട്. അപ്പോൾ അതവിടെ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പം ഞാൻ ഇന്നാൾ അച്ചാറുണ്ടാക്കി മോൾക്ക് കൊടുത്തേക്കാൻ, മൂത്ത മോൾക്ക് കൊടുത്തേക്കാനായിട്ട് ഞാൻ കുപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പം അത് ഇച്ചിരി വൈകിയ കുപ്പി വാങ്ങിച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുപ്പിയിൽ ഞാൻ അവൾക്ക് കൊടുത്തേക്കാൻ ചെയ്തത്. അപ്പം എന്തായാലും ഞാൻ പോയി വാങ്ങിച്ചു, ഒരു 2 എണ്ണം വാങ്ങിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പ്ലാസ്റ്റിക് എല്ലാം പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഈ 2 കുപ്പികൾ ഞാൻ ഇന്നാൾ വാങ്ങിച്ചു. ട്രിയോ എന്നൊരു നല്ല കമ്പനിയുടെയാണ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ജ്യൂസ് വാങ്ങിച്ചത് അജ്ഫൈൻ എന്ന്. അപ്പോൾ ഈ കുപ്പി നല്ല രസമുണ്ട്, ആ കുപ്പി കളഞ്ഞില്ല. പിള്ളേർക്കൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് അവർ കുടിച്ചുകൊണ്ടിരിക്കാൻ നമുക്കത് കഴുകി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ വാങ്ങിച്ച കുപ്പികൾ, ജാറുകളെല്ലാം കഴുകി ഉണക്കാൻ വയ്ക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മാതിരി ഈ കുപ്പികളിലുള്ള പേപ്പർ സ്റ്റിക്കറൊക്കെ ഊരാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഇതാണ്. നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഗ്ലൂ അല്ല, പശ അല്ല, ഇങ്ങനെ സോഫ്റ്റ് ആവും, അതങ്ങനെ ഇളകി ഇങ്ങനെ പോരും. അപ്പോൾ എളുപ്പത്തിൽ സ്റ്റിക്കർ നമുക്ക് ഊരിയെടുക്കാം. പക്ഷെ ചില സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, പെട്ടെന്ന് ഊരി പോരൂല. പശയൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടാവും, പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മാതിരി ഫുള്ളായിട്ട് അങ്ങ് ഊരി പോരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ കുപ്പികളൊക്കെ ഞാൻ കഴുകിയത് എന്തായാലും ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്റ്റെറിലൈസ് ചെയ്യാമെന്ന്. മോളിടയ്ക്ക് വന്ന് അച്ചിങ്ങ ആയോ നോക്കുകയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടം അച്ചിങ്ങ.
നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വേണ്ട, ഈ സ്റ്റിക്കർ ഇളകി പോരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ പശ അല്ലെങ്കിൽ ആ ഒരു ലെയറായിട്ടാണ്, ആ ഒരു ലെയറായിട്ടാണ് കയറി പോരുന്നത്, ഇന്ന് പോരണത് തന്നെ. പക്ഷേ എന്താ പറയുക, ഞാൻ കുറച്ചും കൂടി നേരം ആ വെള്ളത്തിലിട്ടിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി നേരം കൂടി ഞാനിങ്ങനെ വെള്ളത്തിലിടാണ്. ഇപ്പോൾ രാത്രിയായി. എൻ്റെ കിച്ചൺ റൂട്ടീനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കാലത്തൊട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കഴുകി ഞാനിങ്ങനെ സൈഡിൽ കൂട്ടി വയ്ക്കും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വലിയ പണി തന്നെയാണ്. അപ്പോൾ അതൊരു വിധം നല്ലോണം എന്താ പറയുക, കുന്നുകൂടാന്ന് പറയല്ലേ, അങ്ങനെ കഴുകി നല്ലോണം പാത്രങ്ങൾ എടുത്ത് വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. രാത്രി കിച്ചൺ നമ്മളൊന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല ഉഷാറായിരിക്കും. ഇത് കിച്ചൺ ആകെ മോശമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാലത്ത് ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഇത്തിരി മടിയൊക്കെ ഉണ്ട്, മടിയില്ലായിരുന്നില്ല, പക്ഷെ പരമാവധി ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നാലും എല്ലാം പരമാവധി ചെയ്യാം. ഞാൻ ഇങ്ങനെ നല്ല നല്ല കുപ്പികളെല്ലാം ഞാൻ എടുത്തു വയ്ക്കും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും അത്. പിന്നെ അത് ഒട്ടും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ കുപ്പികളൊക്കെ കളക്ട് ചെയ്യുന്ന ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അല്ലാത്ത കുപ്പികളെല്ലാം ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇതാണ് പുതിനയുടെ കുറച്ച് അപ്ഡേറ്റ്. ഇപ്പോൾ പുതിയ ഇലകളൊക്കെ നീണ്ടു വന്നിട്ടുണ്ട്. കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഈ വലിയ ഒരു ജാറിൽ ഞാൻ സ്നാക്സ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പാക്കറ്റ് നമ്മൾ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരിതെല്ലാം പൊട്ടിച്ചിട്ട് കുറച്ച് തിന്നിട്ട് ബാക്കി എടുത്ത് അങ്ങനെ തന്നെ വയ്ക്കും. എന്നിട്ട് അത് ഉണങ്ങിപ്പോവും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓരോന്ന് പൊട്ടിച്ചിട്ട് ജാറിലിടാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പൊട്ടിച്ച് ജാറിലേക്ക് ഇടാമെന്ന്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും കേടാവില്ല. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ മൂത്ത മോൾക്ക് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഇവിടെയും എടുത്തു വെച്ചു, അല്ലെങ്കിൽ ബാക്കി 2 പിള്ളേർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എടുത്തു വെച്ചപ്പോൾ എനിക്കിങ്ങനെ വലിയ കുപ്പി ഉണ്ടായില്ല. അപ്പോൾ ഉണ്ടായ 2 കുപ്പികളിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഈ കുപ്പി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അത് മൊത്തം ഒരു കുപ്പീനകത്തേക്ക് ആക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര പാത്രം കഴുകിയാലും പാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കഴുകാനായിട്ട്. എന്തായാലും പരമാവധി കഴുകി എടുത്ത് വെക്കുക എന്നുള്ളതാണ് രാത്രി എൻ്റെ മെയിൻ ജോലി. അപ്പം മിക്ക നൈറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി എടുത്ത് വയ്ക്കുക, പാത്രം കഴുകി വെച്ച പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക, പിന്നെ അതുപോലെ ഗ്യാസ് ടോപ്പ് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇന്നെന്തായാലും ഇനി അധികം നേരം വെള്ളത്തിൽ വയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ലെയർ നമുക്ക് ഊരി, ഇതിപ്പോൾ ആ പശ നല്ലോണം ഇളകിയിട്ടുണ്ട്.
അത് എളുപ്പത്തിൽ പോരുന്നുണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചൊരു സ്ക്രബ്ബർ എടുത്ത് ജസ്റ്റ് ഒന്ന്, ഞാൻ അത്രയും പ്രഷറൊന്നും ഉപയോഗിച്ചില്ല, വെറുതെ ഒന്ന് അങ്ങോട്ട് ഉരച്ച് കഴുകിയപ്പോൾ സാധനം പോന്നു തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് അത് സ്റ്റിക്കറൊക്കെ കളയാം അത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടോ, ഇത് ക്ലീനായി കിട്ടിയപ്പം. അപ്പോൾ ഏറ്റവും ചെറിയ ആൾ ഈ ബോട്ടിൽ ചോദിച്ചു വെച്ചേക്കാണ് വെള്ളം നിറച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടുത്തതെന്ന് പറയുന്നത് ഈ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് റഫായിട്ട് ഒന്ന് റാൻഡം ആയിട്ട് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത്. ബേണർ ഞാൻ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ആക്കില്ല. ബേണറും അതിൻ്റെ ചുറ്റും അത് ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഞാൻ അത് എടുത്തുകൊണ്ട് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അല്ലാതെ കംപ്ലീറ്റ് ഇതുപോലെ തുടച്ചെടുത്ത് കൗണ്ടർ ടോപ്പും ക്ലീൻ ആക്കിയിട്ടാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ ഞാൻ ഫിനിഷ് ആക്കുന്നത്. നൈറ്റ് കിച്ചൺ റൂട്ടീൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.